السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة وقدرنا فيها السير سيروا فيها ليالي وأياما آمنين. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ മുഖറബുകളായ ദാസന്മാരായി ദാസികളായി മാറാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യൻ ഭൗതികമായി ഉയർന്ന് വളർന്ന് ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഉയരത്തിലാണ് നിൽക്കുന്നത്. ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയൊക്കെ ടെക്കികളെന്നാണ് സമൂഹം വിളിക്കുന്നത്. ഈ ടെക്കികളുടെ ധാരണ അവരുടെ കൈകൾക്കുള്ളിലാണ് ലോകം എന്നതാണ്. ഈ ധാരണ തിരുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രംഗത്ത് വളരെയേറെ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മനുഷ്യനെ ഞെട്ടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾക്ക് ലോകം സാക്ഷിയാവുന്നത്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം വിമാനത്താവളത്തിൽ ഇങ്ങോട്ട് പോരാനുള്ള വിമാനത്തിൻ്റെ സമയവും കാത്തിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അദ്ദേഹം മധ്യപൗരസ്ത്യ ദേശത്തെ ഒരു നല്ല IT കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം സംസാരിക്കുന്നത് മുഴുവൻ ടെക്നോളജി വരുത്തിയ ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെയിറ്റിംഗ് ലോഡ്ജിലെ സ്ക്രീനിൽ ആ വലിയ വിമാനാപകടത്തിൻ്റെ വാർത്തകൾ വരുന്നത്. അത് ആ വാർത്ത വന്നതോടുകൂടി എല്ലാവരും നിശബ്ദരായി. എല്ലാവരും അത്തരത്തിലുള്ള ഒരു വിമാനയാത്രയ്ക്ക് വേണ്ടി ബോർഡിംഗ് കോളം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഈ സ്ക്രീനിൽ
ഈ വാർത്തയും ചിത്രവുമൊക്കെ വരുന്നത്. അതുവരെ ടെക്നോളജിയെക്കുറിച്ച് വാചാലനായിരുന്ന ആ സഹോദരൻ ഞാൻ പിന്നീട് കാണുന്ന കാഴ്ച അദ്ദേഹത്തെ തേടി എയർലൈൻ ഉദ്യോഗസ്ഥന്മാർ നടക്കുന്നതായാണ്. അവസാനം ആ ചെറുപ്പക്കാരനില്ലാതെ ആ വിമാനം പുറപ്പെട്ടു. എനിക്കൊരത്ഭുതമായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന്. ഒരുപാട് അനൗൺസ് ചെയ്തിട്ടും കാണാത്ത, തിരഞ്ഞിട്ടും കാണാത്ത ആ മനുഷ്യനെക്കുറിച്ച് പിന്നീട് ഞാൻ ഈ എയർലൈൻ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, അയാളെ കിട്ടിയോ? അപ്പോൾ അദ്ദേഹം ഒരല്പം ഉത്കണ്ഠയോടുകൂടി പറഞ്ഞു, അദ്ദേഹം യാത്ര ക്യാൻസൽ ചെയ്ത് പോയി, വീട്ടിലേക്ക് തിരിച്ചു പോയി, യാത്ര ക്യാൻസൽ ചെയ്തിട്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആ രംഗം, ആ വാർത്ത, ആ ചിത്രം, അതൊക്കെ അദ്ദേഹത്തെ ഭയത്തിലാക്കി എന്നാണ്. ഭയം കൊണ്ട് അദ്ദേഹം യാത്ര ക്യാൻസൽ ചെയ്തു, തിരിച്ചുപോയി. ഞാൻ ഒരുപാട് ചിന്തിച്ചു, ഇത്രമാത്രം ടെക്നോളജിയെക്കുറിച്ച് വാചാലനായ ഒരു ചെറുപ്പക്കാരൻ ഒരു വിമാനാപകടത്തിൻ്റെ വാർത്ത കേട്ടതോടുകൂടി അല്ലെങ്കിൽ കണ്ടതോടുകൂടി ഭയപ്പെട്ടു പോകുന്ന, പേടിച്ചു പോകുന്ന, യാത്ര തന്നെ അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഉള്ളത്. പ്രവാസികളെന്ന നിലയ്ക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടവരും ചെയ്യുന്നവരുമാണ് നാം. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഭയമാണോ നമുക്കുണ്ടാകേണ്ടത്? അതല്ല, ഇതുപോലെയുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ മറ്റെന്തെങ്കിലും പാഠം, പേടിയല്ലാത്ത, ഭയമല്ലാത്ത മറ്റെന്തെങ്കിലും നമുക്ക് കിട്ടേണ്ടതുണ്ടോ? അതാണ് നാം ആലോചിക്കേണ്ടത്. ടെക്നോളജിയുടെ ഉത്തുംഗതയിൽ നിൽക്കുന്ന മനുഷ്യൻ എത്ര ദുർബലനാണ് എന്നാലോചിച്ച് നോക്കൂ. സഹോദരങ്ങളെ, മനുഷ്യരായ നാം ജനിച്ചത് മുതൽ യാത്ര ചെയ്യുകയാണ്. രണ്ട് തരം യാത്രകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഒന്നാമത്തേത് യാത്ര എന്ന പേരിൽ ഇപ്പോഴൊക്കെ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ താൽക്കാലികമായ യാത്രയാണ്. രണ്ടാമത്തേത് നിശ്ചയമായും നമ്മുടെ തറവാടിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ട ഒരു യാത്രയുണ്ട്. ആ യാത്രയെക്കുറിച്ചുള്ള മറ്റു പലരുടെയും വാർത്തകൾ കേൾക്കുമ്പോൾ നാം പറയാറുള്ള വാചകം അതാണല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവസാനത്തെ വാക്ക് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം. വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിശ്ചയമായും ഞങ്ങളെല്ലാവരും അവനിലേക്ക് മടങ്ങി ചെല്ലുന്നവരാണ്. മനുഷ്യരങ്ങനെയാണ്. ഭൂമിയിലുള്ള യാത്ര മനുഷ്യന് വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പല സ്വപ്നങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കുമുള്ള യാത്രയുണ്ട്. അന്നം തേടി യാത്രയുണ്ട്, ജോലി തേടി യാത്രയുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള യാത്രയുണ്ട്, സമാധാനം തേടിയുള്ള യാത്രയുണ്ട്, ആത്മീയത തേടിയുള്ള യാത്രയുണ്ട്, വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയുണ്ട്, കണ്ടുപിടുത്തങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വേണ്ടിയുള്ള യാത്രയുണ്ട്. മലകളും വനങ്ങളും സമുദ്രങ്ങളും അതിർത്തികളും കടന്ന് കിലോമീറ്ററുകൾ താണ്ടി മനുഷ്യൻ സഞ്ചരിക്കുകയാണ്.
ഈ സഞ്ചാരമെന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ ഈ സഞ്ചാരമുണ്ട്, യാത്രയുണ്ട്. വിശുദ്ധ ഖുർആൻ ആ സഞ്ചാരത്തിന് വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സൂറത്തു സബയിലെ 18-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വജഅൽനാ ബൈനഹും വബൈനൽ ഖുറ അല്ലതി ബാറക്നാ ഫീഹാ ഖുറൻ ളാഹിറ വഖദ്ദർനാ ഫീഹാ അസ്സൈർ സീറൂ ഫീഹാ ലയാലിയ വഅയ്യാമൻ ആമിനീൻ. അള്ളാഹു നാടുകളെ സൃഷ്ടിച്ച അള്ളാഹു സഞ്ചാരത്തിന് വേണ്ടിയുള്ള വ്യത്യസ്ത മോഡുകൾ കാണിച്ചു തന്ന അള്ളാഹു പറയുന്നു, വജഅൽനാ ബൈനഹും വബൈനൽ ഖുറ അല്ലതി ബാറക്നാ ഫീഹാ. അവരുടെയും നാം ബർക്കത്ത് ചെയ്ത അനുഗ്രഹം നൽകിയ പല രാജ്യങ്ങളുടെയും ഖുറൻ ളാഹിറത്തൻ, അവർക്ക് വ്യക്തമായി കാണാവുന്ന എത്താവുന്ന കുറേ നാടുകൾ. ഖദ്ദർനാ ഫീഹാ അസ്സൈർ, അവിടെയൊക്കെ നാം അവർക്ക് യാത്ര, സൈർ, സഞ്ചാരം അതൊരു വ്യവസ്ഥയാക്കിയിരിക്കുന്നു. അള്ളാഹു വ്യവസ്ഥയാക്കിയതാണ് യാത്ര എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നത് സീറൂ ഫീഹാ ലയാലിയ വഅയ്യാമൻ, ആ നാടുകളിലൂടെയൊക്കെ നിങ്ങൾ സഞ്ചരിക്കുക, രാവും പകലും. ആമിനീൻ, നിർഭയത്വത്തോടുകൂടി നിങ്ങൾ സഞ്ചരിക്കുക. സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ്. യാത്ര ചെയ്യണം എന്നാണ് പഠിപ്പിക്കുന്നത്. സൂറത്തു ഹജ്ജിലെ 46-ാമത്തെ വചനത്തിൽ കാണാം, അള്ളാഹു എന്തുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അഫലം യസീറു ഫിൽ അർദ്, വല്ലാത്തൊരു ചോദ്യമാണ്. അഫലം യസീറു ഫിൽ അർദ്, എന്തുകൊണ്ടാണ് അവർ യാത്ര ചെയ്യാത്തത്? എന്താ സഞ്ചരിക്കാത്തത്? സഞ്ചരിക്കണം അവർ. അങ്ങനെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ, ചിന്തിച്ച് മനസ്സിലാക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഔ ആദാനുൻ യസ്മഊന ബിഹാ, കേട്ടറിയാൻ ഉതകുന്ന കാതുകൾ ഉണ്ടാവുകയുള്ളൂ. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, യാത്രയെക്കുറിച്ച് പറഞ്ഞ ശേഷം അള്ളാഹു പറയുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്. വലാകിൻ തഅമൽ ഖുലൂബുൽ ലതി ഫിസ് സുദൂർ, നെഞ്ചുകളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത്. കേവലം കണ്ണുകളെ കൊണ്ട് മാത്രം കാണേണ്ടവനല്ല മനുഷ്യനെന്നും, യാത്രകളിൽ നിന്ന് അവന് കിട്ടേണ്ടത് കേവലം കണ്ണുകളെ കൊണ്ടുള്ള കാഴ്ചകളല്ല എന്നും, കണ്ണുകളെ കൊണ്ട് ചിന്തിക്കുകയും കണ്ണുകളെ കൊണ്ട് കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ, അതുമാത്രമാണ് അവൻ്റെ ജീവിതമെങ്കിൽ അവൻ പരാജയപ്പെട്ടു പോകുമെന്നുമാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ ഖുർആനിലുണ്ട് യാത്രയുമായി ബന്ധപ്പെട്ട. സൂറത്തുൽ മുൽക്കിൽ നമ്മളൊക്കെ അറിയുന്ന, നമ്മളെപ്പോഴും ഓതാറുള്ള ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖി വഇലൈഹിൻ നുശൂർ, അല്ലാത്തൊരു വചനമാണ്. അവനാണ് ഭൂമിയെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നവൻ. എന്തിന്? ഫംശൂ ഫീ മനാകിബിഹാ, ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. വകുലൂ മിർ റിസ്ഖിഹി, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി വാരി വിതറിയിട്ടുള്ള നിങ്ങളുടെ റിസ്ഖിൽ നിന്ന് നിങ്ങൾ പെറുക്കിയെടുത്ത് ഭക്ഷിക്കണം. വഇലൈഹിൻ നുശൂർ, അവൻ്റെ അടുത്തേക്കാണ് നിങ്ങൾക്ക് മടങ്ങിപ്പോകാനുള്ളത്. ഒരുപാട് സ്ഥലം സീറൂ ഫിൽ അർദ്, യാത്ര ചെയ്യണം ആവശ്യപ്പെടുകയാണ്. ഇതൊരു മാനുഷിക സ്വഭാവമായാണ്, മനുഷ്യനുണ്ടാകേണ്ട ഗുണമായാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചനാഥൻ, യാത്രകളെ സംവിധാനിച്ച പ്രപഞ്ചനാഥൻ
യാത്ര ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന പ്രപഞ്ചനാഥൻ യാത്രയ്ക്ക് വേണ്ടിയുള്ള വ്യത്യസ്തമായ സംവിധാനങ്ങളും നമുക്കൊരുക്കി തന്നു. ആദ്യം മനുഷ്യൻ നടന്നാണ് യാത്ര ചെയ്തിരുന്നത്. പിന്നീട് മൃഗങ്ങളെയാണ് വാഹനങ്ങളായി ഉപയോഗിച്ചത്. പിന്നീട് ചക്രങ്ങൾ വന്നു. പിന്നീട് ചക്രങ്ങൾക്ക് മോട്ടോറുകൾ വന്നു. മോട്ടോർ വന്നതോടുകൂടി വേഗതയും സൗകര്യവുമൊക്കെ വർദ്ധിച്ചു. പിന്നീട് കരയിലും കടലിലും വായുവിലും എന്നുവേണ്ട ബഹിരാകാശത്ത് വരെയും അനായാസം സഞ്ചരിക്കാവുന്ന വ്യത്യസ്തമായ യാത്രാവാഹനങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചു. ഈ മനുഷ്യൻ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ അതിവിടെ ഉണ്ടാകണമല്ലോ, അല്ലേ? ഉണ്ടാകണം. ഉള്ളതേ മനുഷ്യന് കണ്ടുപിടിക്കാൻ കഴിയും. മനുഷ്യനൊന്നും ഉണ്ടാക്കിയതല്ല, നമ്മൾ അത്രേ പറയുന്നുള്ളൂ. കണ്ടുപിടിച്ചു എന്നേ പറയുന്നു. ഒന്നും മനുഷ്യനുണ്ടാക്കിയിട്ടില്ല. ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ പോയാൽ റോഡുകളിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളുണ്ട്. പടുകൂറ്റൻ തിരമാലകളെ വകഞ്ഞു മാറ്റി, ഖുർആൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പർവ്വത സമാനമായ സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന അത്യന്താധുനിക ആഡംബര കപ്പലുകളുണ്ട്. ആകാശങ്ങളെ കീറിമുറിച്ച് ചീറിപ്പായുന്ന സൂപ്പർസോണിക് വിമാനങ്ങളുണ്ട്. ഇതൊക്കെ മനുഷ്യൻ്റെ കണ്ടുപിടുത്തമാണ്. മനുഷ്യൻ്റെ പഠനത്തിൻ്റെയും അവൻ്റെ നിർമ്മിതിയുടെയും ഒക്കെ മികവ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ സംവിധാനം അവിടെ ഉണ്ടല്ലോ. ഇതൊക്കെ കണ്ടുപിടിക്കുവാൻ അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സംഗതി. അള്ളാഹു സൃഷ്ടിച്ചത് അതാണ്, പ്രാപഞ്ചിക നിയമങ്ങളാണ്. ആ നിയമങ്ങളിൽ നിന്നാണ് മനുഷ്യൻ കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ മനുഷ്യൻ പലപ്പോഴും അവൻ്റെ പഠനവും നിരീക്ഷണവുമൊക്കെ വലുതായപ്പോൾ അവൻ വിചാരിച്ചു ഇതെൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന്. ഇതാണ് മനുഷ്യന് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച. ഈ പറക്കുന്നതും ഈ ഓടുന്നതും കരയിലായാലും കടലിലായാലും ആകാശത്തിലായാലും അത് മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ല. അത് മനുഷ്യൻ സമ്മതിച്ചേ തീരൂ. വളരെ മനോഹരമായി ഖുർആൻ ആകാശത്ത് പറക്കുന്ന വിമാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൻ നഹ്ലിലെ 79-ാമത്തെ വചനത്തിൽ കാണാം, അവലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജവ്വി സമാ മാ യുംസിക്കുഹുന്ന ഇല്ലല്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യുഅ്മിനൂൻ. വല്ലാത്തൊരു വാചകമാണ്. അവലം യറൗ ഇല ത്വയ്ർ, പറന്നു പോകുന്നവയിലേക്ക് അവർ നോക്കുന്നില്ലേ? പറന്നു പോകുന്നവയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? പറന്നു പോകുന്ന എല്ലാം ത്വയ്റാണ്. അത് പ്രകൃതിയായുള്ള പക്ഷികളാകാം, പറവകളാകാം. മനുഷ്യൻ ഈ പക്ഷികളുടെയും പറവകളുടെയും നിർമ്മിതികളിൽ നിന്ന് കണ്ടുപിടിച്ച, അള്ളാഹു നിശ്ചയിച്ച പ്രാപഞ്ചിക നിയമങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ച വിമാനങ്ങളാകാം. അതൊക്കെ മുസഖറാത്തിൻ ഫീ ജവ്വി സമാ, ആകാശത്തതാ അവയൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ പക്ഷികൾ പറക്കുന്നത്, പറവകൾ പറക്കുന്നത്, വിമാനങ്ങൾ പറക്കുന്നത്? മാ യുംസിക്കുഹുന്ന ഇല്ലല്ലാഹ്. മനുഷ്യൻ മറന്നുപോയ വാക്ക് അതാണ്. മാ യുംസിക്കുഹുന്ന ഇല്ലല്ലാഹ്. അവയൊക്കെ താഴ്ന്നു പോകാതെ വീണു പോകാതെ പിടിച്ചു വെക്കുന്നത്, പിടിച്ചു നിർത്തുന്നത് അല്ലാഹു അല്ലാതെ മറ്റാരാ? പറ്റുമോ ആർക്കെങ്കിലും? മാ യുംസിക്കുഹുന്ന ഇല്ലല്ലാഹ്. ഒരു പക്ഷി പറക്കുന്നതിൽ നിന്നല്ലേ മനുഷ്യൻ വിമാനത്തിൻ്റെ ടെക്നോളജി കണ്ടെത്തിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിലും പക്ഷികളും മൃഗങ്ങളുമാണ് മനുഷ്യനെല്ലാം പഠിപ്പിച്ചത്, അല്ലേ? സ്വന്തം സഹോദരനെ വധിച്ച ശേഷം
എന്തു ചെയ്യണം? ഈ ശവമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഒരു കാക്കയെ പറഞ്ഞയക്കുകയാണ് അല്ലാഹു. ആ കാക്കയാണ് മനുഷ്യന് കാണിച്ചു കൊടുത്തത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവൻ പോയാൽ അതിനെ കബറടക്കേണ്ടത്. അല്ലാഹു ഈ പക്ഷിശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ എന്ന. നിശ്ചയമായും ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്, അടയാളമുണ്ട്. ലിഖൗമി യുഅ്മിനൂൻ, ഈമാനുള്ള മനുഷ്യർക്ക് ഭയങ്കര അത്ഭുതകരമാണ്. ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ മുൽക്കിലും അല്ലാഹു ഇതേ വാക്ക് പറയുന്നുണ്ട്. അവലം യറൗ ഇലത്തൈരി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന മാ യുംസിക്കുഹുന്ന ഇല്ലർ റഹ്മാൻ. നിങ്ങൾ നോക്കുന്നില്ലേ ആകാശത്ത് കൂടെ പറന്നുകൊണ്ടിരിക്കുന്നവയെ കുറിച്ച്? അവയുടെ ചിറകുകൾ കൂട്ടിയും വിടർത്തിയുമാണ് പറക്കുന്നത്, അല്ലേ? ആ ചിറക് കൂടാതിരുന്നാൽ അത് തകർന്നു വീഴുകയാണ്. കൂടേണ്ട സമയത്ത് ചിറക് കൂടണം, വിടരേണ്ട സമയത്ത് അത് വിടർത്തണം. ഇത് നിയമമാണ്. പക്ഷികളിലൂടെ അള്ളാഹു പഠിപ്പിച്ച നിയമം അതാണ്. വാനലോകത്തെ നിയമം. അങ്ങനെ ചെയ്തിട്ടെങ്കിൽ അത് വീണുപോകും. അള്ളാഹു ചോദിക്കുന്നു മാ യുംസിക്കുഹുന്ന ഇല്ലർ റഹ്മാൻ, പരമകാരുണികനല്ലാതെ അള്ളാഹു അല്ലാതെ ആരാണ് വീഴാതെ താഴാതെ അവയെ പിടിച്ചു നിർത്തുന്നത്? ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അതൊരു ഭീഷണിയാണ്. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അറിയണം നിങ്ങൾ, തീർച്ചയായും അവൻ എല്ലാ കാര്യത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ്, കാണുന്നവൻ. എത്രയെത്ര വിമാന ദുരന്ത വാർത്തകളാണ് നമ്മൾ കേട്ടത്. നമ്മുടെ തന്നെ ആയുസ്സിൽ നിങ്ങൾ ആലോചിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ അഹമ്മദാബാദിലെ വാർത്ത നമ്മളെല്ലാവരും കണ്ടു, പറയേണ്ടതില്ല. നല്ല വിമാനമാണ്, എല്ലാ ടെക്നോളജിയുമുള്ള നല്ല സംവിധാനമുള്ള വിമാനം. പറന്നുയർന്ന് ഒരു മിനിറ്റ് തികയുന്നതിന് മുമ്പ് 650 അടി ഉയരത്തിൽ വെച്ച് അത് അഗ്നിഗോളമായി മാറി. നിങ്ങൾ ആലോചിച്ചത്? അതിൻ്റെ ക്യാപ്റ്റൻ നല്ല വിദഗ്ധനായിരുന്നു. 8200 മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള ആളാണ്, ചില്ലറക്കാരനല്ല. പക്ഷേ വല്ല കാര്യമുണ്ടായി. ഒന്നിലധികം എഞ്ചിനുകളുണ്ട് ആ വിമാനത്തിൽ. വല്ല കാര്യമുണ്ടായോ? ഇന്നത്തെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ആ വിമാനം പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുമ്പ് നിരന്തരമായി അതിനെ പലതരത്തിലുള്ള ടെസ്റ്റുകളും നടത്തിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ചെയ്താലും ഇതൊക്കെ എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന തോന്നൽ, അവിടെയാണ് പ്രശ്നം. 242 പേർ സഞ്ചാരികളുണ്ടായിരുന്ന വിമാനത്തിൽ 241 പേരും മരണത്തിന് കീഴായി, അല്ലേ? ഒരാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അറിയില്ല. അയാൾ രക്ഷപ്പെട്ട രൂപം അയാൾ വർണ്ണിച്ചു തരുന്നു എന്നല്ലാതെ എങ്ങനെയാണ് അയാൾ രക്ഷപ്പെട്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആരും മരിക്കാൻ വേണ്ടി പോയതല്ല. ഒരുപാട് പ്രതീക്ഷകളുമായാണ് അവർ യാത്ര ചെയ്തത്. നിങ്ങൾ കണ്ടില്ലേ, ഒരു കുടുംബത്തിലെ 26 പേർ ഒന്നിച്ചു പോയി പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്നതാ. ആഘോഷിച്ച് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആലോചിക്കണ്ടേ, എന്തൊരു തരം കടുപ്പമുള്ള വാർത്തയാണിത്. എല്ലാവർക്കും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. നമുക്കെല്ലാം, നമ്മളൊക്കെ ഇപ്പോൾ എല്ലാവരും, നമ്മളും ഇവിടെയുള്ള മാധ്യമക്കാരും ഇതിനെക്കുറിച്ച് നിരീക്ഷണം നടത്തുന്നവരുമൊക്കെ അനുമാനങ്ങളിലാണ്. എന്തു സംഭവിച്ചു? വലിയ അന്വേഷണമാണ്.
3 മാസം നീളുന്ന അന്വേഷണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്താണ് അന്വേഷണങ്ങൾക്കൊടുവിൽ കണ്ടെത്തുക? കണ്ടെത്തേണ്ട ഒരു വസ്തുവിലേക്ക് നാം എത്തണം. അത് അന്വേഷണത്തിൻ്റെ അവസാനത്തിലേക്ക് നാം എത്തേണ്ടത്, യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള മനുഷ്യരാണെങ്കിൽ എത്തേണ്ടത്, ഇതൊന്നും നിയന്ത്രിക്കുന്നത് ഞങ്ങളല്ല, ഇതൊക്കെ നിയന്ത്രിക്കുന്ന മറ്റാരോ ഉണ്ട് എന്നതിലേക്കാണ്. അല്ലേ? ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ കുറേ ദിവസമായി ഒരു ഹജ്ജ് യാത്രക്കാരൻ്റെ വിവരം നമ്മുടെയൊക്കെ ഫോണുകളിലുണ്ടല്ലോ. ലിബിയയിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പറന്നുയർന്ന വിമാനം 2 പ്രാവശ്യം തിരിച്ചിറക്കേണ്ടി വന്നു. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യം. എന്തിനാ തിരിച്ചിറക്കിയത്? എന്തോ ഒരു ടെക്നിക്കൽ എറർ എന്നാണ് പറഞ്ഞത്. പക്ഷെ 2ാമത്തെ പ്രാവശ്യം ക്യാപ്റ്റൻ പറയുകയാണ്, ഇനി വിമാനം പോകണമെങ്കിൽ ഇതിലേക്ക് കയറാൻ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ സമ്മതിക്കാത്ത, അല്ലെങ്കിൽ വൈകിപ്പോയ ഒരു യാത്രക്കാരനുണ്ടല്ലോ, അവനെ കയറ്റണം. ആരുടെ തീരുമാനമാണ് ഇത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരുടെ തീരുമാനമാണിത്? ഈ തീരുമാനം അള്ളാഹുവിൻ്റേതാണ്. കാരണം അതിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹു. ഇത് വാനയാത്രകൾ മാത്രമല്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും അവസാനമായി നാം കേട്ട 2 കപ്പൽ ദുരന്തത്തിൻ്റെ വാർത്തകൾ. ഇന്നും നിങ്ങളൊക്കെ ഈ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് മലബാറിലെ ബേപ്പൂരിൻ്റെയും കൊടുങ്ങല്ലൂരിൻ്റെയും ഇടയിലുള്ള ആ പ്രദേശത്ത് ഒരു തീനാളമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ കുറിച്ച് കേൾക്കുന്നുണ്ടാകും. നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കപ്പലുകളെക്കുറിച്ച്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ കപ്പൽ ദുരന്തത്തിൻ്റെ ഭാഗമായി ഇന്ന് മത്സ്യം പിടിക്കുന്ന ജീവനക്കാരെല്ലാവരും കൂടി സമൂഹത്തോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ മത്സ്യം വാങ്ങണമെന്നല്ല, പക്ഷെ മത്സ്യത്തെ കുറ്റം പറയല്ലേ. ആ കടലിലെ മത്സ്യം ഭക്ഷിക്കുവാൻ പോലും ഭയമുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യനെത്തി എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കപ്പലിനെക്കുറിച്ചും വിമാനത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ കപ്പലിനെക്കുറിച്ചും ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. സൂറത്ത് യാസീനിലെ നമുക്കൊക്കെ സുപരിചിതമായൊരു വചനമുണ്ട്, വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയ്യതഹും ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ. അള്ളാഹു പറയുന്നത് വആയത്തുൽ ലഹും, അവർക്കുള്ള ഒരടയാളമാണ്, ദൃഷ്ടാന്തമാണ്. അന്നാ ഹമൽനാ ദുർരിയ്യതഹും, അവരുടെ സന്താനങ്ങളെ മുഴുവൻ നാം യാത്രയ്ക്ക് വേണ്ടി അവരെ വഹിപ്പിച്ചു. ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ, നിറക്കാൻ പറ്റിയ ഒരു കപ്പലിൽ മനുഷ്യനെയും കയറ്റാം, സാധനങ്ങളെയും കയറ്റാം. ഇന്ന് ഏറ്റവും വലിയൊരു ബിസിനസ്സാണല്ലോ. തീർന്നില്ല. കപ്പൽ മാത്രമല്ല, വഖലഖ്നാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ, അതുപോലെയുള്ള അഥവാ കപ്പലിനെ പോലെയുള്ള സഞ്ചരിക്കാവുന്ന പല വാഹനങ്ങളും നാം സൃഷ്ടിച്ചു. എന്തൊരു മനോഹരമാണ് ആ വാക്ക് എന്ന് ആലോചിച്ചു. അള്ളാഹുവിൻ്റേതാണ് അതൊക്കെ എന്നർത്ഥം. ഒരുപാട് സ്ഥലത്ത് കപ്പലിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും അവനാണ് നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് യൂനുസിൽ കാണാം. ഇതൊക്കെ വന്നപ്പോൾ സത്യത്തിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ ആലോചിച്ച്, ഒരുപാട് കപ്പലുകളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. മനുഷ്യൻ അവൻ്റെ മികവിലും കഴിവിലും ഊറ്റന്നടിച്ച് ആത്മവിശ്വാസത്തോടെ നടത്തിയ ഒരുപാട് യാത്രകളുടെ ചരിത്രമുണ്ട്. പല യാത്രകളും ദുരന്തമായി മാറിയിട്ടുണ്ട്. ഇന്നും മറക്കാതെ നമ്മുടെ ഓർമ്മയിലുള്ള 1912 ഏപ്രിൽ 10 2200 യാത്രക്കാരുമായി തിരിച്ച പടുകൂറ്റൻ ആഡംബര കപ്പൽ ടൈറ്റാനിക്കിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ആ കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ്. ഇതിനെ ദൈവത്തിന് പോലും തകർക്കാൻ കഴിയില്ല. യാത്ര തുടങ്ങി 2 ദിവസം പിന്നിടുമ്പോൾ ലോകം കേട്ട വാർത്ത,
അഹങ്കാരത്തിൻ്റെ കൊടുമുടിയായ ടൈറ്റാനിക് ആഴക്കടലിൽ മുങ്ങിപ്പോയി എന്ന് നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ. എന്താണ് നമുക്കുള്ള പാഠം? അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. നമ്മൾ പേടിക്കേണ്ടവരല്ല, ഒരിക്കലും പേടിക്കേണ്ടവരല്ല. ഇതൊക്കെ അവസാനിപ്പിച്ച് ഇനി എവിടെ യാത്രയൊന്നും ചെയ്യണ്ട എന്ന് പറയേണ്ടവരല്ല, അല്ലെങ്കിൽ ഇതിനൊന്നും ഞാൻ ജോലി ചെയ്യുന്നില്ല എന്ന് പറയേണ്ടവനല്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ അപകടങ്ങളൊക്കെ നടന്നാൽ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യന് വന്ന വീഴ്ചകളെക്കുറിച്ചൊക്കെ വല്ലാത്ത ചർച്ചയും സംവാദവും ഇനി മുതൽ അങ്ങനെയാണല്ലോ. പത്രങ്ങളും മീഡിയകളും ടി വികളുമൊക്കെ അതിനെപ്പറ്റിയുള്ള വല്ലാത്ത സംസാരം. ഇതാണോ വേണ്ടത്? നമ്മൾ ആലോചിക്കണം. നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത് സഹോദരി. അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അതാണ് വേണ്ടത്. അതെന്താണ് ചോദിച്ചാൽ അതേറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യത്തെക്കുറിച്ചുള്ള സംഭവമാണ്. വിശ്വാസികൾ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും നമ്മൾ അങ്ങോട്ടാണ് എത്തേണ്ടത്. അത് അപ്രതീക്ഷിതമായി അവിചാരിതമായി മനുഷ്യജീവിതത്തിലേക്ക് വന്നു ചേരുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചാണ്, മരണത്തെക്കുറിച്ചാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട കാര്യം. 241 ആളുകൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മിനിറ്റിൽ താഴെ സമയം കൊണ്ട് മരിച്ചു വീഴുകയാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പായി, മരണത്തിന് ജാതിയില്ല, അതിർത്തികളില്ല, ആരെയും മാറ്റി നിർത്തുകയില്ല. അല്ലേ? ജനിച്ചവരൊക്കെ മരിക്കും. പക്ഷെ ആ മരണം എപ്പോ, എവിടെ വെച്ച്, എങ്ങനെ നമ്മെ പിടികൂടും പറയാൻ സാധ്യമല്ല. ഏറ്റവും അടുത്ത നിമിഷത്തിൽ സംഭവിച്ചേക്കാം. യാത്രയിലാകാം, വീട്ടിലാകാം, എവിടെയുമാകാം. നമ്മളൊന്നേ ചെയ്യേണ്ടതുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഏറ്റവും വലിയ വികാരം, നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, എൻ്റെ കയ്യിൽ എന്തുണ്ട് മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്നതായിരിക്കണം. അള്ളാഹു സൂറത്ത് ഹശ്റിലെ 18-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. കൊണ്ടുപോകാനുണ്ടാകേണ്ട വിഭവം ഒരു വചനത്തിൽ സഫിക്സായും പ്രഫിക്സായും തുടക്കത്തിലും അവസാനത്തിലും പറയുന്നുണ്ട്. അതെന്താ? ഇത്തഖുല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളെ പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ആലോചിച്ചു കൊള്ളട്ടെ. വീണ്ടും പറയാം, വത്തഖുല്ലാഹ്. അപ്പോൾ കൊണ്ടുപോകേണ്ടത് എന്താ? തഖ്വയാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സഹോദരന്മാരെ, ഇവിടെ നശ്വരമാണ്, എപ്പോഴും എന്തോ സംഭവിക്കും. പക്ഷെ അതിനു മുമ്പായി ജീവിക്കുന്ന ഓരോ നിമിഷത്തെയും സുഹൃതങ്ങൾ ചെയ്ത് സമൃദ്ധമാക്കാൻ നമുക്ക് സാധിക്കണം. സന്തോഷവും സങ്കടവും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് സൃഷ്ടാവിൻ്റെ നിയോഗം പോലെ പലപ്പോഴായി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവിടെയൊക്കെ നമുക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് നമ്മൾ മനസ്സിലാക്കണം, വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. ഒരു മനുഷ്യനെ മാത്രം ബാക്കി വെച്ച് പറന്നുയർന്ന വിമാനം ആ മനുഷ്യനെ കൂടെ കൂട്ടാൻ 2 പ്രാവശ്യം തിരിച്ചിറക്കിയെങ്കിൽ, എല്ലാവരെയും കൂട്ടിപ്പറന്ന മറ്റൊരു വിമാനം ഒരാളെ മാത്രം ജീവൻ ബാക്കി വെച്ച് ബാക്കി എല്ലാവരുടെയും ജീവൻ അപകടത്തിലാക്കിയ കഥയുണ്ട്. അത് നമ്മൾ കേട്ടുവെങ്കിൽ അവിടെയൊക്കെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, മനുഷ്യരുടെ കണക്ക് കൂട്ടലുകളൊക്കെ അപ്പുറം പടച്ചവൻ്റെ കണക്ക് കൂട്ടലുകളാണ് ലോകത്ത് സംഭവിക്കുന്നത് എന്ന സത്യം. അവിടേക്ക് എത്തണം നമ്മൾ.
നമ്മളാരുമല്ല സൂര്യനെ ഉദിപ്പിക്കുന്നതും അസ്തമിപ്പിക്കുന്നതും. ഭൂമിയെ തിരിക്കുന്നതിൽ നമുക്കൊരു പങ്കുമില്ല. ഈ പാഠം മനുഷ്യൻ ഉൾക്കൊണ്ടേ തീരൂ. മനുഷ്യരുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം അള്ളാഹുവിൻ്റെ കണക്ക് കൂട്ടലുകളാണ് ലോകത്ത് സംഭവിക്കുന്നത് എന്ന ഉറപ്പിലേക്ക് നാം എത്തണം. ഈ ഒരു നിസ്സഹായതയിൽ മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട പാഠം അതാണ്. അതിന് മടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഇത് പഠിച്ചേ തീരൂ. ഈ പാഠത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ജീവിതത്തെ തിരുത്തേണ്ടതുണ്ട്. അങ്ങനെ തിരുത്താതിരിക്കുക എന്നത് അപകടമാണ്. നമ്മളറിയണം. അതാണ് നാം കണ്ടത്. ഭീകരന്മാരായ കപ്പലുകളുടെ നിയന്ത്രണങ്ങൾ ഒരു കാറ്റടിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയില്ല. ഒരു കാറ്റടിച്ചതല്ലേ ആ കപ്പൽ ചെരിയാനുള്ള കാരണം. കോടിക്കണക്കിന് ഡോളറിൻ്റെ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണില്ലേ? നിങ്ങളാലോചിച്ചു. അത് കടലിലൂടെ ഒഴുകി നടന്നില്ലേ? അത് കടൽ വെള്ളത്തെ മലിനമാക്കിയില്ലേ? മത്സ്യം തിന്നാൻ വരെ ആളുകൾക്ക് ഭയമായില്ലേ? ഇങ്ങനെ കടലിലും കരയിലും പടച്ചവന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അവിടെയൊക്കെ ഇതിൻ്റെ ശാസ്ത്രീയമായ പോരായ്മകളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉണ്ടായിക്കോട്ടെ. പക്ഷേ അവയിൽ മാത്രം ഒതുക്കാതെ അത്തരത്തിൽ ആരെയെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്യുന്നതിന് പകരം നമ്മുടെ വിശ്വാസത്തിൻ്റെ കളങ്കമില്ലാത്ത കർമ്മങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ? നമുക്ക് പറയാൻ സാധിക്കണ്ടേ? ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നമ്മൾ ഒരുപാട് കേട്ട വചനമാണ്. നമുക്ക് പറയാനാവണം, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അള്ളാഹു എഴുതിയതല്ലാതെ, അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് സംഭവിക്കുകയേ ഇല്ല. ലോകത്ത് സംഭവിക്കുന്ന സർവ്വതും റബ്ബിൻ്റെ വിജ്ഞാനത്തിൻ്റെ പരിധിയിൽ നിന്ന് മാത്രമാണ്. അവനറിയാതെ ഒരില പോലും ഭൂമിയുടെ തൊലിപ്പുറത്തേക്ക് വീഴുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ റബ്ബിലേക്കുള്ള അഭയമാണ്, ആ റബ്ബിൽ നമ്മൾ എത്തണം എന്ന ആത്മവിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. അത് നമ്മൾ ഓർക്കണം. അതല്ലാത്ത ചിന്തകളൊക്കെ അപകടമാണ്. നമ്മൾ വെറുതെ ചിന്തിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് എത്തലായി മാറും. അതിലേക്ക് നമ്മൾ എത്തരുത്. നമ്മളൊരിക്കലും സഹോദരന്മാരെ ഇത്തരം സംഗതികളെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അതൊരു സാങ്കേതികമായ തകരാറാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയോ ചെയ്യരുത്. ഒരിക്കലുമല്ല. സാങ്കേതികമായ എല്ലാ മികവുകളും യോജിപ്പിച്ചെടുത്ത ശേഷമാണ് വിമാനം പറന്നുയർന്നത്. അപ്പം അതല്ല പ്രശ്നം. അവിടെയാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. വിശ്വാസികളെന്ന നിലക്ക് ഇവിടെ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ സ്വഭാവം, സഹോദരങ്ങളെ, യാത്രയായാലും അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത് തവക്കുൽ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തവക്കുൽ ഉണ്ടാകും. തവക്കുൽ നഷ്ടപ്പെട്ടാൽ നമ്മൾ തകർന്നു പോകും. യാത്ര വേണ്ടെന്ന് വെക്കേണ്ടി വരും നമുക്ക് പലപ്പോഴും. അല്ലെങ്കിൽ പേടിച്ചരണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നു പോകും. നമുക്കുണ്ടാകരുത്. നമ്മളല്ല ഇതൊന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി പുറത്തേക്ക് വരുമ്പോൾ, അത് ചെറുതായാലും വലുതായാലും, തിരുമേനി ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മൾ എപ്പോഴെങ്കിലും ആ പ്രാർത്ഥന ഹൃദയം തൊട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നു, ഇദാ ഖറജ റജുലു മിൻ ബൈതിഹി ഫഖാൽ, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവൻ പറയണമെന്ത്? ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുണ്ടോ ബിസ്മില്ലാഹ്? ആ പറഞ്ഞത് എന്താന്ന് നമുക്കറിയാം.
എൻ്റെ ഈ യാത്ര അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ആരംഭിച്ചാൽ എന്താ? വെറുതെ ഒരു വാക്കല്ല ബിസ്മില്ലാ എന്നുള്ളത്. എന്താ ആരംഭിച്ചാൽ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ഒരു വാക്കിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ബിസ്മില്ലാ എന്താണ്? അല്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. ഭയങ്കരമാണ്. അള്ളാഹുവിൻ്റെ റസൂല് ജീവിച്ചിരിക്കുമ്പോൾ ഈ പ്രാർത്ഥന റസൂലിനെ പഠിപ്പിക്കുമ്പോൾ ആകാശത്ത് കൂടെ ആരും സഞ്ചരിച്ചിട്ടില്ല. എന്നിട്ട് റസൂൽ എന്താ പറയുന്നത്? ബിസ്മില്ലാ, ബിസ്മില്ലാ എന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ പുറപ്പെട്ടാൽ, നിങ്ങളൊരു കാര്യം ചെയ്താൽ, ലാ യദുറു മഅസ്മിഹി ഷൈഉൻ, ഒരു തരത്തിലുള്ള ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും അള്ളാഹുവിൻ്റെ നാമത്തോടൊപ്പം ഉണ്ടാകുന്ന പ്രശ്നമേയില്ല. ഫിൽ അർദി, ഭൂമിയിലുണ്ടാവില്ല, വലാ ഫിസ് സമാ, ആകാശത്തും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂല് ജീവിച്ചിരിക്കുമ്പോൾ ഈ സാധനം കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. എന്തുകൊണ്ടാണ് ഞാൻ ബിസ്മില്ലാ എന്ന് പറഞ്ഞത്? വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അതാണ് ബിസ്മില്ലാ. നോക്കൂ, ഇത് കേവലം വാക്കായല്ല പറയേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞെന്ന് നമ്മൾ ഏറ്റുപറയുകയല്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ബിസ്മില്ലാ പറയണം. അത് യാത്ര മാത്രമല്ല, ഏത് നന്മയും ആരംഭിക്കേണ്ടത് അപ്രകാരമാണ്. ഏത് നന്മയും അപ്രകാരം ആരംഭിച്ചാൽ ആ ബിസ്മില്ലാഹിയുടെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ അതാണ് ബിസ്മില്ല. എന്നിട്ടോ തവക്കൽതു അലല്ലാഹ്, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. നമുക്ക് കിട്ടേണ്ടത് ഇനി അതാണ്. ഞാനിത് അള്ളാഹുവിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. തവക്കുൽ. എന്താ തവക്കുൽ എന്ന് പറഞ്ഞാൽ? തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു ഭൂമിയിൽ ഉണ്ടാക്കിയ മുഴുവൻ കാരണങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതൊക്കെ നിർവഹിച്ചുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് എത്തലാണ്. അതാണ് തവക്കുൽ. അള്ളാഹു ഒരുപാട് സംഭവങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എങ്ങനെ പോകണം? നമ്മുടെ വണ്ടി ശരിയാണോ, ക്ലിയറാണോ, പോകാൻ പറ്റുമോ, ടയറിൽ കാറ്റുണ്ടോ, ഓടോ, നടക്കുമോ, സഞ്ചരിക്കോ ഒക്കെ നോക്കണം. അല്ലാതെ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് എടുത്ത് വണ്ടി വിടലല്ല. അതാണ് തവക്കുൽ. മറ്റേ തവക്കുലല്ല, തവാക്കുല. കാരണം ഇതിന് അള്ളാഹു നിശ്ചയിച്ച കുറേ സബബുകളുണ്ട്, കുറേ കാരണങ്ങളുണ്ട്. അതൊക്കെ ശരിയാകണം. എന്നിട്ട് എന്ത് പറയണം? തവക്കൽതു അലല്ലാഹ്. ഒക്കെ ശരിയാക്കി വണ്ടി കയറി ഇരുന്നിട്ട് പറയണം തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിൽ ഏൽപ്പിക്കണം. നമ്മൾക്ക് ബോധ്യമായല്ലോ അള്ളാഹുവിൽ ഏൽപ്പിക്കണം. നമുക്കൊരു പങ്കുമില്ല എന്ന് മനസ്സിലായി. അള്ളാഹുവിൽ ഏൽപ്പിച്ചേ തീരൂ. സെക്കൻഡുകൾ മതി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ആ വാക്ക്, പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്താണ് ലാ ഹൗല? ഹൗൽ എന്ന് പറഞ്ഞാൽ ഹറക്കത്താണ്, മൂവ്മെൻ്റാണ്. ഒരു ചലനവും സംഭവിക്കുകയില്ല. ലാ ഹൗല, ഒരു ചലനവും. വലാ ഖുവത, ഒരു ശക്തിയും ഒരു പവറും പവറാവുകയില്ല. നമ്മളെ നിയമമനുസരിച്ച് അങ്ങനെയൊക്കെ ആകേണ്ടതാണ്, പക്ഷെ ആയില്ലല്ലോ. എൻ്റെ ആകാതിരുന്നത്. നമ്മുടെ പൈലറ്റ് ഒരുപാട് ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ടാകണം ആ ഫ്ലൈറ്റ്, പക്ഷെ ഉയരണില്ല ഫ്ലൈറ്റ്. എന്തേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതാണ് വിഷയം. ഇല്ലാ ബില്ലാഹ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, അത് നിങ്ങൾ പറഞ്ഞാൽ യഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് തുടർന്ന് പറയാം, യുഖാലു ഹീന ഇദിൻ, അന്നേരം പറയപ്പെടും. ഇത് നമ്മൾ പറഞ്ഞ് ഈ ഒരു ഹൃദയ സാന്നിധ്യത്തോടു കൂടിയാണ് നമ്മൾ പുറപ്പെട്ടതെങ്കിൽ അന്നേരം പറയപ്പെടും ഹുദീത വകുഫീത വവുഖീത. 3 പദങ്ങൾ ഭയങ്കര രസമുള്ള പദ. ഹുദീത, നീ നിൻ്റെ യഥാർത്ഥ മാർഗത്തിലൂടെ എത്തുക തന്നെ ചെയ്യും. അതാണ് ഹിദായത്ത്. അതാണ് ഹുദീത, നിനക്ക് പോകാനുള്ള യഥാർത്ഥ വഴിയുണ്ട്, റൂട്ടൊന്നും തെറ്റൂല നീ എന്നർത്ഥം. ഹുദീത വവുഖീത,
ഹുദീത വ കുഫീത, കുഫീത, നിനക്കത് തന്നെ മതി, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഏത് തന്നെ മതി? തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിലല്ലേ ഏൽപ്പിച്ചത്, അത് തന്നെ മതിയാകും. നീ എത്തേണ്ടടുത്ത് എത്തും. പോരാ, വവുഖീത, വല്ല ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നീ സംരക്ഷിക്കപ്പെടും. എത്ര മനോഹരമാണെന്ന് ആലോചിക്കൂ. എത്ര ഉറപ്പുള്ള ഒരു യാത്ര. അതാണ് നമ്മുടെ യാത്ര. നമ്മുടെ വികാരം അതായിരിക്കണം. പലപ്പോഴും മനുഷ്യൻ വാഹനമെന്ന അനുഗ്രഹം, അത് ഏത് വാഹനമായാലും അത് നൽകിയ, ആ അനുഗ്രഹം നൽകിയ അനുഗ്രഹദാതാവിനെ മറന്നാണ് പലപ്പോഴും സഞ്ചരിക്കാറുള്ളത്. അല്ലേ? നിങ്ങൾ ആലോചിച്ചു. പക്ഷേ ചീറിപ്പായും ഓവർ സ്പീഡിലൊക്കെ പോകും. പക്ഷെ വല്ലതും സംഭവിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക, ഇതൊന്നും എൻ്റെ കൺട്രോളിലല്ലേ, എനിക്കിതിനൊരു പങ്കുമില്ലല്ലേ. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യാത്രയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹു സൂറത്ത് സുഖ്റുഫിൻ്റെ 12-13 വചനങ്ങളിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. അവിടുന്നാണ് യാത്രയിൽ പറയേണ്ട അടുത്ത പ്രാർത്ഥന റസൂലുള്ള ഉണ്ടാക്കിയെടുത്തത്. വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, അവനാണ് എല്ലാത്തരം ഇണകളെയും സൃഷ്ടിച്ചത്. എല്ലാ വസ്തുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചത് ഇണകളായാണ്. എന്നിട്ട് പറയുന്നു വജഅല ലക്കും മിനൽ ഫുൽക്കി വൽ അൻആമി മാ തർകബൂൻ. ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പല, അൻആം എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ വാഹനങ്ങളുമാണ്. അന്നത്തെ വാഹനം ഒട്ടകവും കുതിരയും കഴുതയും ഒക്കെ ആയിരുന്നു എന്ന് മാത്രം. ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ഒരുക്കി തന്നു, ഒരുപാട് യാത്ര ചെയ്യാനുള്ള സംവിധാനം. മാ തർകബൂൻ, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അതാണ് അടുത്ത വാചകം. ലിതസ്തവു അലാ ളുഹൂരിഹി, നിങ്ങൾ ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങി സീറ്റിലിരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടാൽ എന്നർത്ഥം. അതാണ് ഇസ്തവ അലാ ളുഹൂരിഹി. ആ യാത്രക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ആ വാഹനത്തിൽ കയറി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് നിങ്ങളത് കൺട്രോൾ ചെയ്ത് പോകുമ്പോൾ സുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും ഇദാ സ്തവൈതും അലൈഹി വതഖൂലു, നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നമ്മളെന്താ ചെയ്യൽ? സാധാരണ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടാൽ പിന്നെ സ്റ്റീരിയോ ആണ് ആദ്യത്തെ വർക്ക് ചെയ്യാൻ. കാരണം പാട്ടയാകാതെ നമുക്ക് യാത്ര ചെയ്യാൻ പോരാ, കഴിയില്ല. മനുഷ്യരങ്ങനെ പോയി. അല്ലാഹു പറയണത് എന്താ? സുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും, നിങ്ങൾ ആ സീറ്റിലിരുന്നാൽ ആദ്യം ആലോചിക്കേണ്ടത് നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ചെയ്ത ഈ നിഅമത്തിനെ കുറിച്ചാ ഓർക്കേണ്ടത്. നമ്മൾ മറന്നു പോകുക. അല്ലാഹു പറയാ യാത്ര ചെയ്യുന്നവരോട്, സുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും ഇദാ സ്തവൈതും അലൈഹി. നിങ്ങൾ ആ സീറ്റൊക്കെ സംവിധാനിച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു, ടിക്കറ്റ് നമുക്ക് കിട്ടി, നമ്മൾ സീറ്റ് നമ്പർ കിട്ടി, സീറ്റിൽ പോയിരുന്നു, ബെൽറ്റ് ഇട്ടു. ഇനി എന്താ? ഒക്കെ കഴിഞ്ഞു, ഇനി പ്രശ്നമൊന്നുമില്ല. അല്ല, തദ്കുറൂ നിഅമത റബ്ബിക്കും പോരാ. എന്നിട്ട് അല്ലാഹു പറയുന്നത് വത്തഖൂലൂ, കേട്ടോ, നിങ്ങൾ എന്ത് പറയണം? അവിടെ ഇരുന്ന് പറയണം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഒരു പക്ഷേ യാത്രയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നമ്മളിത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത്ര പച്ചയായി അല്ലാഹു തആല ഖുർആനിലൂടെ ഇങ്ങനെ തന്നെ ആകണം നിങ്ങളുടെ യാത്ര എന്നാണ് പഠിപ്പിച്ചത്. അതാണ് യാത്ര സുരക്ഷിതമാകാനുള്ള മാർഗം. നിങ്ങൾ പറയണം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഈ സംവിധാനം എനിക്ക് സൗകര്യപ്പെടുത്തി തന്ന റബ്ബേ, നീ എത്ര പരിശുദ്ധനാണ്. അതാണ് തോന്നേണ്ടത്. നമുക്ക് വേറെ പലരോടും നന്ദിയൊക്കെ തോന്നും, ടിക്കറ്റ് തന്നവരോട്, അല്ലേ? ബുക്ക് ചെയ്തിട്ട് കിട്ടിയിരുന്നില്ല, അവൻ ട്രൈ ചെയ്തപ്പോഴാണ് കിട്ടിയത്, അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ പൈസ എന്നത് ഇന്ന ആളാണ്. നോ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. നമുക്ക് ബോധ്യം വരണം നമ്മൾ ഒന്നുമല്ല. അതാണ് വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഇത്തരത്തിലുള്ള ഒരു യാത്രാ സംവിധാനം ഒരുക്കാൻ നമുക്ക് മുമ്പ് കഴിവുണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നില്ല. പോരാ, ഇനിയാണ് ഭയങ്കരം.
യാത്ര ചെയ്യുമ്പോൾ ഓർക്കേണ്ട വലിയ പ്രധാനമാണ്. ഞാൻ 2 യാത്രയെക്കുറിച്ച് പറഞ്ഞിട്ട്, ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, നിശ്ചയമായും ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങി വരേണ്ടവർ തന്നെയാണല്ലോ. അതാണ് ഒറിജിനൽ യാത്ര. ഇതൊക്കെ കൊച്ചു കൊച്ചു യാത്രകളാണ്. ഒറിജിനൽ യാത്ര അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ശീലമാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയാകണം. നാം സഹോദരൻ ഇങ്ങനെയാകണം. ഇതാണ് നാം ശീലിക്കേണ്ടത്, ശീലിപ്പിക്കേണ്ടത്. ഒരുപാട് യാത്രാ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിങ്ങൾ പലപ്പോഴും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. കേവലം പ്രാർത്ഥനകൾ സഹോദരങ്ങളെ ചുണ്ടിൽ നിന്ന് വരുന്ന വാക്കുകളാകരുത്. ഇതൊക്കെ ഇത് എത്ര പച്ചയായാണ്. ആ സംവിധാനം കൂടി നിങ്ങൾ ആലോചിച്ചു. സീറ്റിലിരുന്ന് ബെൽറ്റ് ഇട്ടിട്ടാണ് പറയാൻ പറയുന്നത്. ലിതസ്തവു അലാ ളുഹൂരിഹി സുമ്മ തദ്കുറൂ നിഅമത റബ്ബിക്കും ഇദസ്തവൈതും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയായിരിക്കണം. അതിലേക്കാണ് നാം എത്തേണ്ടത് സഹോദരന്മാരെ. അതല്ലാത്ത ഒരു ചിന്ത നമുക്കുണ്ടായി. നമ്മളെ അതിനെ ശീലിപ്പിക്കണം. നമ്മളെ ശീലിപ്പിക്കണം. നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഒക്കെ ശീലിപ്പിക്കണം. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെയുള്ള ഒരു മുസീബത്തും, അത് നമുക്കാകട്ടെ പുറത്തുള്ളവർക്കാകട്ടെ, അത് കേവലം യാദൃശ്ചിക സംഭവമല്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. അതൊക്കെ ഒരു കിതാബിലുണ്ട്, രേഖയിലുള്ളതാ. അത് യാദൃച്ഛികതയല്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതുണ്ടാവും, ഒരു സംശയവുമില്ല. അത് നന്മയായാലും തിന്മയായാലും അങ്ങനെയാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാണ്. അതിൻ്റെ പേരിൽ ലികൈലാ തഅസൗ അലാ മാ ഫാതക്കും, നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കേണ്ടവരല്ല നിങ്ങൾ. വലാ തഫ്റഹു ബിമാ ആതാക്കും, ലഭിച്ചതിൻ്റെ പേരിൽ അമിതമായി ആഘോഷിക്കേണ്ടവരുമല്ല നിങ്ങൾ. രണ്ടും പറ്റൂല. രണ്ടും ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്ത്? എൻ്റെ തീരുമാനമല്ല, അള്ളാഹുവിൻ്റേതാണ്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കാരവും അന്തസ്സുമായി നടക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല. സാധാരണ അതുകൊണ്ട് ഇതിലേക്കാണ് നമ്മൾ എത്തുന്നത്, ഈ ഒരു തവക്കുലിലേക്ക്, ഈ ഒരു ബോധത്തിലേക്ക്. അതോടൊപ്പം മരണത്തെക്കുറിച്ചുള്ള ശക്തമായ ചിന്ത അത് നമ്മൾ ഉണ്ടാക്കിയേ തീരും. ഒരു സംശയമില്ല, അത് വേണം. അക്സിറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്. ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന, ഭൂമിയിലെ സുഖങ്ങളാട്ടോ പറഞ്ഞത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരിച്ചാൽ അതിനേക്കാൾ വലിയ സുഖം. പക്ഷെ ഭൂലോകത്ത് കാണുന്ന സുഖങ്ങളിൽ നിന്നൊക്കെ, സുഖങ്ങൾക്കൊക്കെ അവസാനമാകുന്നതിനെക്കുറിച്ച് അഥവാ മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി സംസാരിക്കണം, പറയണം. ഇതൊക്കെ നമുക്കതിനുള്ളതാണ്. മരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കാനുള്ളൊരു സംഗതിയല്ല. അത് പറയുന്നത് കൊണ്ട് ആരും പേടിച്ചുകൊണ്ടാണ് അല്ല, അതല്ല വേണ്ടത്. നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കുക വേണ്ടത്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടി. എന്താണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ, ഓരോ യാത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടാകണം. ഓരോ യാത്രയും, ഓരോ ദിവസവും അങ്ങനെയാണ്. എന്താണ് അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്? തൗബ ചെയ്യണം, നിരന്തരം തൗബ. അതുകൊണ്ടാണല്ലോ യാത്രകളിലാണ് ഏറ്റവും കൂടുതൽ അള്ളാഹു ദുആ സ്വീകരിക്കുന്ന സമയമാണ് യാത്ര. അതുകൊണ്ട് ആരോടെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് നാം പൊരുത്തപ്പെടിക്കണം, കൊടുക്കാനുള്ളത് തിരിച്ചു കൊടുക്കണം, കൂടുതൽ നന്മകൾ ചെയ്യണം. ഇതൊക്കെയാണ് യാത്രയുടെ മുന്നോടിയായിട്ടുണ്ടാക്കേണ്ടത്. അങ്ങനെയാണ് അള്ളാഹുവിനെ കാണാനുള്ള യാത്രയിൽ പ്രത്യേകിച്ചും. അതുകൊണ്ടാണല്ലോ ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹ. റബ്ബിനെ കാണാൻ കൊതിയുള്ളവർ കൂടുതൽ നന്മകൾ വർദ്ധിപ്പിക്കട്ടെ, അമലുസാലിഹാത്തുകൾ വർദ്ധിപ്പിക്കട്ടെ. നമ്മളറിയുന്ന സഹോദരന്മാരെ, നമ്മളിവിടെ കാലാകാലം ഇനിയിപ്പോൾ എത്ര നല്ല സംവിധാനമുള്ള യാത്രയായാലും നമ്മളിവിടെ എല്ലാ കാലവും ജീവിക്കുമോ? ഇല്ലല്ലോ. ഇല്ലല്ലോ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ തോളത്ത് കൈവച്ച് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ തന്നെ പറഞ്ഞു. റസൂൽ എൻ്റെ തോളത്ത് കൈവച്ചു ഇങ്ങനെ പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ.
നീ ഇവിടെ ഒരു പ്രവാസിയാവണം, പ്രവാസിയാകണം. ഗരീബതാണ്, പ്രവാസിയാണ്. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരൻ. അത്രയേ ഉള്ളൂ നമുക്ക്. അതിലപ്പുറമുള്ള ഒരു ചിന്ത നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകാൻ പാടില്ല സഹോദരൻ. അതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതാണ് ആ പാഠമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമുക്കുണ്ടാകേണ്ടത്. ഇത്തരം സംഭവങ്ങൾ പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പോലും അങ്ങനെയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്. അതൊരു വല്ലാത്ത കഥയാണ്. അത് നബിയുടെ ജീവിതത്തെ ഒപ്പിയെടുത്ത കഥയാണ്. അവർ പറയുന്നുണ്ട്, ഒരിക്കൽ ഫാത്തിമ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു, ഞാനും നബിയും ഇരിക്കുന്നിടത്താണ്. എന്നിട്ട് ആ രംഗം, ഞാൻ പറഞ്ഞ കഥ എന്ന് പറയാൻ കാരണം ഒരു കഥ പറയുന്നത് പോലെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ അത് പറയുന്നത്. കഅന്ന മിശ്യതഹ മിശ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ എന്ന് പറഞ്ഞാൽ നബിയുടെ മോളാണല്ലോ. മോൾ നടന്നു വരുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയത് നബിയുടെ നടത്തം തന്നെയാണ് മോളെ നടത്തവും, അതേ കോപ്പി. അപ്പോൾ അവൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫാത്തിമയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നബി പറഞ്ഞു, മർഹബൻ ബിബ്നതി. നബി സ്ഥിരമായി പറയുന്നൊരു വാക്കാണ് മോളെ കാണും, മർഹബൻ ബിബ്നതി, മോളെ. എന്നിട്ട് മോളെ പിടിച്ചിരുത്തി തൻ്റെ അടുത്ത്, തൻ്റെ വലതുഭാഗത്തിരുത്തി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരും. എന്നിട്ട് എന്തോ ഒരു സ്വകാര്യം അവളോട് പറഞ്ഞു. ഫബക്കത്ത്, അപ്പോൾ അവൾ കരഞ്ഞു. ഫാത്തിമ കരഞ്ഞു എന്നാണ്. ഫഖുൽതു ലഹാ ലിമ തബ്കീൻ. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, എന്താ മോളെ കരയണത്? പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സ്വകാര്യം കൂടി പറഞ്ഞു. അപ്പോൾ അവൾ ചിരിച്ചു. അപ്പോഴും ഞാൻ ചോദിച്ചു, മോളെ എന്തിനാ ചിരിച്ചത്? അപ്പോൾ ഫാത്തിമ പറഞ്ഞു, മാ കുൻതു ലി അഫ്ശിയ സിർറ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറഞ്ഞ ഒരു രഹസ്യം വെളിപ്പെടുത്താൻ എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നബി മരിക്കുന്നത് വരെ ആ രഹസ്യം പറഞ്ഞു കൊടുത്തില്ല. മരണത്തിന് ശേഷം ഞാൻ വീണ്ടും അവളോട് ചോദിച്ചു, പറഞ്ഞുകൊണ്ടാ, എന്താണ് അന്ന് നീ കരഞ്ഞത്, എന്തിനാണ് പിന്നെ നീ ചിരിച്ചത്? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മോളുടെ ചവിട്ടിൽ പറഞ്ഞ സ്വകാര്യം എന്തായിരുന്നു? ഇന്ന ജിബ്രീല കാന യുആരിദുൽ ഖുർആന കുല്ല സനത്തിൻ മറ. മോളെ, സാധാരണ ജിബ്രീൽ എല്ലാ കൊല്ലവും എനിക്ക് ഖുർആൻ വന്ന് പാഠം നോക്കൽ കൊല്ലത്തിലൊരു പ്രാവശ്യം. വഇന്നഹു ആറദനിൽ ആം മറതൈൻ. ഈ വർഷം 2 പ്രാവശ്യം പാഠം നോക്കി. പാഠം ആറല്ല പറഞ്ഞാൽ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക, കേൾക്കുന്നേ 2 പ്രാവശ്യം. എന്നിട്ട് നബി പറഞ്ഞു, വല അറാഹു ഇല്ലാ ഹദറ അജലി. എനിക്ക് തോന്നുന്നത് ഞാൻ മരിക്കാനായിട്ടുണ്ട് എന്ന് തന്നെയാണ്. മരണത്തെ മോളോട് പറയാം. അപ്പോഴാണ് ഞാൻ കരഞ്ഞത്. അപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. അപ്പോൾ രണ്ടാമത്തെ സ്വകാര്യമോ നോക്കൂ, ആദ്യം മരണത്തെ ഉറപ്പിച്ചു. ഞാനിതെന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ഇതൊന്നും ഒരു പാടില്ലാത്ത കാര്യമാണല്ല, ഇങ്ങനെയാണ് ജീവിതം. അപ്പോഴേ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മോളിലൂടെ നമ്മളെ കാണിച്ചു തന്നത്. രണ്ടാമത്തേത് എന്തായിരുന്നു? നീ ചിരിച്ചല്ലോ, അതെന്തിനായിരുന്നു? അപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞു, അമാ തർദൈന അൻ തകൂനി സയ്യിദത നിസാഇ അഹ്ലിൽ ജന്ന ഔ നിസാഉൽ മിനൽ. രണ്ടാമത് എന്നോട് സ്വകാര്യം ചോദിച്ചത്, മോളെ നിനക്ക് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാകാൻ ഇഷ്ടമല്ലേ? സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാകാൻ നിനക്കിഷ്ടമല്ല? ഒരു വല്ലാത്ത സംഭവമല്ലേ? അപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യമാണ്, അത് പറയണം, ഓർമ്മിപ്പിക്കണം. മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നില്ലേ? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബിയുടെ പ്രാർത്ഥനയായി ഖുർആൻ പറയുന്നതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി അത് പ്രാർത്ഥിച്ചിരുന്നില്ലേ? അല്ലേ? പ്രവാചകന്മാരഖിലം മരണശയ്യയിൽ തൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നവരോട് നൽകിയ വസിയ്യത്തിലെ പ്രധാന വാചകം എന്താ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിം. ഇതൊക്കെയാണ് നമുക്ക്
ഇത്തരം സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട ചിന്ത. അതല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഒക്കെ പറഞ്ഞു തന്നെ ആവർത്തിച്ച് പറയുന്നു. ചെറുവിധം പല ഊഹങ്ങളും പലതും പറയുന്നു. അതിനപ്പുറം ഊഹങ്ങളല്ലാത്ത, സങ്കല്പങ്ങളല്ലാത്ത ഒരു യാഥാർത്ഥ്യമല്ലേ ഇത്? ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് നമുക്കെത്താൻ സാധിക്കുന്നത്. അത് മനുഷ്യൻ മനസ്സിലാക്കാൻ അവൻ ദുർബലനാണ്. അവൻ എത്ര വലിയ ടെക്കിയായാലും, എത്ര വലിയ ടെക്നോളജിയുടെ ഉടമയായാലും അവൻ ദുർബലനാണ്. കാരണം അവന് ടെക്നോളജിക്കൊക്കെ ഒരു പരിധിയുണ്ട്. ആ ടെക്നോളജിയുടെ പോലും ഉപജ്ഞാതാവ് റബ്ബാണ്. ആ പ്രാപഞ്ചിക നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് റബ്ബാണ്. അത് പ്രവർത്തിക്കണമെങ്കിൽ റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടാകണം. അതിന് റബ്ബിൽ തവക്കുൽ ചെയ്യണം. ആ റബ്ബിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. ആ റബ്ബിനെക്കുറിച്ചുള്ള ചർച്ചയുണ്ടാകണം. ആ റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്ന മരണമെന്ന സംവിധാനത്തെക്കുറിച്ചുള്ള വർത്തമാനമുണ്ടാകണം. എന്നിട്ട് അള്ളാഹുവിന് കീഴൊതുങ്ങി മുസ്ലിമായി മരിച്ചു പോകാനുള്ള ഒരു തൗഫീഖ് ഉണ്ടാകാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കണം, പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.